ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട തുടരുന്നു. ബിജാപൂരിൽ 12 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നതായി ബസ്തർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവരണമായി അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ട അവിടെ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ ദേശീയ പാർക്കിനോട് ചേർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. 12 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന വിവരവും ബസ്തർ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വധിച്ചവരിലെ കമ്മ്യൂണിസ്റ്റ് ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. 3 ആഴ്ച മുൻപും ഇതേപോലെ സമാന രീതിയിൽ സൗത്ത് ബസ്തർ മേഖലയിൽ 12 പേരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതേപോലെ തന്നെ നേരത്തെ ഗരിയാബന്ദിലെ തലയ്ക്ക് 3 കോടി രൂപ വിലയിട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരൻ ഉൾപ്പെടെ 16 പേരെ വധിച്ചിരുന്നു. ഇവരിൽ 6 പേര് വനിതകളായിരുന്നു. നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളിൽ നിർണായക നേട്ടമാണ് ഇതോടെ സുരക്ഷാ സേന കൈവരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് നക്സലിസത്തിൽ നിന്ന് പുറത്തു വരാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെയാണ് സുരക്ഷാ സേന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇതോടെ സുരക്ഷാ സേന. ശരി അശ്വതി.